ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റവന്യൂ മിനിസ്റ്റർ ശാലിനിയോട് പറയുന്നു, ഇങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ഒരാളുടെ ഭാര്യ ജില്ലാ കളക്ടറായി ഇരിക്കുമ്പോൾ എത്ര പേരോട് ഞാൻ സമാധാനം പറയേണ്ടി വരും എന്നറിയാമോ? എല്ലാവർക്കും ഞാൻ എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്നറിയണം. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതുകൊണ്ട് മുഖം രക്ഷിക്കാനായി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നോട് മനസ്സുകൊണ്ട് ദേഷ്യം തോന്നരുത്. കുറച്ചു നാളത്തേക്ക് ശാലിനി ഒന്ന് മാറി നിൽക്കണം. സസ്പെൻഷൻ അല്ല, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് നമുക്ക് ലീവ് ക്യാൻസൽ ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി. ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് കേസുമായി മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് തെറ്റല്ലെന്ന് ശാലിനിക്ക് തന്നെ അറിയാലോ. ഒരുപാട് ദുഷ്പേര് കേട്ടിട്ടുള്ളതാണ്. എന്നെ ഈ കസേരയിൽ ഇരുത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് കുറച്ച് നല്ല ഉദ്യോഗസ്ഥരെയും കൂടി തരണമെന്ന്. ഭരണത്തിൽ കയറി ഇന്ന് വരെ അഴിമതിയുടെ കറ പുരളാതെ ഇവിടം വരെ എത്തി. ഇനി അങ്ങോട്ടും അങ്ങനെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. വെറുതെ ആണെങ്കിലും പ്രതിപക്ഷത്തിനെ തല്ലാൻ ഒരു വടി നമ്മളായിട്ട് കൊടുക്കണോ ശാലിനി? അതിൻ്റെ ഒരു മുൻകരുതലാണ് ഈ നിർബന്ധിത ലീവ്. മറ്റൊന്നും തോന്നരുത്. മറ്റുള്ളവരുടെ കണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലുടുക്കുപണിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഓക്കെ എന്ന് അദ്ദേഹം പറയുമ്പോൾ ശാലിനി വേറെ നിവർത്തിയില്ലാതെ ഓക്കെ പറഞ്ഞു. പിന്നീട് ഉപേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ചന്ദ്രബോസും അവിടേക്ക് വന്നു. സത്യഭാമയുടെ ആ പഴയ വീട്ടിലേക്ക്. പറഞ്ഞതുപോലെ പറ്റിച്ചു അല്ലേ എന്നൊക്കെ പറയുന്നു ഉപേന്ദ്രൻ. നമുക്ക് ആഘോഷിക്കണം, ശാലിനിയെ കസേര പുറത്തു നിന്ന് ഇറക്കിയതിന്റെ വിജയാഘോഷത്തിനായി എന്നൊക്കെ അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ആഘോഷിക്കുകയാണ്. സുസ്മിതയും രോഹിത്തും പിന്നെ ചന്ദ്രബോസും ഉപേന്ദ്രനും. ഈ ഒരു കുപ്പിയിലൊന്നും ശാലിനിയെ വലിച്ച് താഴെയിട്ടതിന്റെ ഒരു ആഘോഷം തീരില്ല എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇത് ശ്യാമ കേട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. കാശ് കുറച്ച് നല്ല രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. ചാനലുകാർക്കും പിന്നെ വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വയ്ക്കാൻ കൊടുത്തവർക്കും. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നു, ഇത് ചിറ്റപ്പൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പുണ്യമാണ്. ഈ പുണ്യത്തിന് സുസ്മിത കണക്ക് നോക്കാതെ കാശ് തരും. ഇത് എങ്ങനെ ഒപ്പിച്ചു ശാലിനിയുടെ കസേര മാറ്റം? അവള് അറിഞ്ഞുകൊണ്ട് മാറിയതാണോ അതോ എങ്ങനെയാണെന്ന് ഉപേന്ദ്രൻ ചോദിക്കുന്നു. മന്ത്രിയെ കൊണ്ട് നിർബന്ധിത ലീവിൽ പോകണമെന്ന് പറയിപ്പിച്ചു. മന്ത്രിക്ക് തറയിൽ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ നല്ല പ്രഷർ കൊടുത്തു. മീഡിയ പ്രതിപക്ഷം പിന്നെ നമ്മുടെ ഈ പൊതു ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്നും ഫോണിലും നേരിട്ടും അങ്ങനെ മന്ത്രിയുടെ സത്യസന്ധതയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു. ഒടുവിൽ മന്ത്രിക്ക് തന്റെ വാത്സല്യ ശിഷ്യോട് പറയേണ്ടി വന്നു, ലീവിൽ പൊയ്ക്കോളൂ എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ചിറ്റപ്പ് തന്നെ വേണമെന്ന് സുസ്മിത പറയുന്നു. എന്നാലേ ഇത്ര വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. സത്യം പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഇത് ജീവപര്യന്തം തന്നെയാണെന്ന് ഉപേന്ദ്രൻ പറയുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ. ഒടുവിൽ എന്തായി? കളക്ടർ സ്ഥാനത്ത് നിന്നും വീട്ടിലേക്കുള്ള കസേര മാറ്റം. ശാലിനിക്ക് മന്ത്രി അനുവദിച്ചത് ജീവപര്യന്തം തന്നെയാണ്. പുറത്തിറങ്ങാൻ പറ്റുമോ? ആൾക്കാരെ ഫേസ് ചെയ്യാൻ സാധിക്കൂ? എന്തിനെ ഫോൺ പോലും ഓൺ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ. ഭാര്യയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ അവസ്ഥയോ? പോലീസ് തലങ്ങും വിലങ്ങും ഓടിപ്പാഞ്ഞ് നടക്കുകയല്ലേ. പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയില്ല. ആരോടെങ്കിലും സഹായം ചോദിക്കാൻ പറ്റുമോ? നേരെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയില്ല. അതും ജീവപര്യന്തം ശിക്ഷ തന്നെയാണ്. അതും ഒറ്റ വിധിയിൽ. സന്തോഷിക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം? അപ്പോ ഇന്നത്തെ ചിയേഴ്സ് ഇരട്ട സന്തോഷത്തിന്. അങ്ങനെ ഇപ്പോൾ 4 പേരും ചിയേഴ്സ് അടിച്ച് ആ മദ്യം കുടിക്കുന്നു. ഇതെല്ലാം കേട്ട് ശ്യാമ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ്. സുസ്മിത ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട്, ചിറ്റപ്പ ഇനി എന്താണ് നമ്മുടെ അടുത്ത നീക്കം? ഇനിയുള്ളതൊരു വെടിവെപ്പാണ്. കാടിളക്കിയുള്ള വെടിവെപ്പ്. അതിന് ഒളിച്ചിരിക്കുന്ന വിഷ്ണു പുറത്തേക്ക് വരണം. അവനെ പുറത്ത് ചാടിക്കണം. അത് അത്ര പെട്ടെന്ന് നടക്കില്ല. കാരണം കുറുക്കന്റെ ജന്മമാണ് അവനുള്ളത്. കുറച്ചുനാള് അവനെ വിഷ്ണു ബ്രോ എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നതിന്റെ അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അവൻ പിടികൊടുക്കാതെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആപത്താണ്. പ്രത്യേകിച്ച് ചന്ദ്രബോസ് സാറിന്. ചന്ദ്രബോസ് പറയുന്നു, ഇത്രയൊക്കെ ചെയ്തു തീർക്കാൻ അറിയാമെങ്കിൽ അവന്റെ ജീവനും ഞാൻ തന്നെ എടുക്കാമാണ് നിർബന്ധമെങ്കിൽ അത് ഞാൻ എടുത്തോളാം. പ്രതിയെ പിടിക്കുന്നതിനിടയിൽ ജീവന് ആപത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിവോൾവ് ഉപയോഗിക്കാം. ചുട്ടുകളയും ഞാൻ അവനെ. എൻ്റെ അടുത്ത് അധികം കളിക്കാൻ വന്നാൽ. സുസ്മിത പറയുന്നു, ചിറ്റപ്പ അറ്റകൈ പ്രയോഗമല്ലേ, അതിനു മുമ്പ് നമുക്ക് അവനെ സറണ്ടർ ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇവിടെ തെളിയാതെ കിടക്കുന്ന സ്പിരിറ്റ് കേസുകളെല്ലാം ചാരായം വാറ്റിയതടക്കം അവന്റെ തലയിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി മുതൽ അവനെ നാട്ടുകാര് സ്പിരിറ്റ് വിഷ്ണു എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കണം. ഭർത്താവ് സ്പിരിറ്റ് വിഷ്ണുവായി അകത്തു പോയാൽ കളക്ടർ അതിന്റെ അഭിമാനം ഓർത്ത് ഒന്നുകിൽ രാജിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങി ഏതെങ്കിലും അന്യ സംസ്ഥാനത്തേക്ക് പറക്കും. ഇല്ലെങ്കിൽ നമ്മൾ പറപ്പിക്കും. വീണ്ടും
ഉപേന്ദ്രൻ പറയുന്നു, അപ്പോൾ നമ്മൾ നമ്മുടെ മദ്യസമ്പത്തുമായി പുതിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ പുതിയ മദ്യ രാജാക്കന്മാർ പിറവിയെടുക്കും. ഇത് കേട്ട് സുസ്മിത പറയുന്നു, ഏയ് തെറ്റി, രാജാക്കന്മാർ മാത്രമല്ല ഒരു റാണിയും. അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പൊ പിന്നെ ഞാനോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, നീയല്ലേ ഞങ്ങളുടെ നടത്തിപ്പുകാരൻ, എല്ലാത്തിനെയും അധികാരി. ഇത് കേട്ട് രോഹിതിന് വല്ലാത്തൊരു സന്തോഷം വരുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയെ കാണിക്കുന്നു. ശാരദാമ്മ മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്നു. സത്യയും പപ്പിയും കൈപിടിച്ചവിടേക്ക് വന്നു. പിള്ളേരോ ഇതെന്താന്ന് നേരത്തെ വിട്ടോ എന്ന് ചോദിക്കുന്നു. ശാരദാമ്മ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് പപ്പിമോള്. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല ശാരദാമ്മേ എന്ന് പറഞ്ഞ് കരയുകയാണ് പപ്പി. സത്യ പറയുന്നു, പപ്പിയുടെ അച്ഛൻ അവിടെ വലിയ ബഹളമാണ് ശാരദാമ്മേ. ശ്യാമാന്റെ തല്ലാനൊക്കെ ചെന്നു. പപ്പിക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നാ പറഞ്ഞത്. അത് ശരിയാ, പക്ഷേ പപ്പി ഇവിടേക്ക് വരുന്ന കാര്യം അവിടെ ആരോടെങ്കിലും പറഞ്ഞോ? പപ്പിയെ കാണാതെ അമ്മ അവിടെ തിരക്കി നടക്കില്ലേ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ശാരദാമ്മയെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാമെന്ന് വെച്ചിട്ടാ എന്ന് പപ്പി പറയുന്നു. വേഗം വിളിച്ച് പറഞ്ഞോ, ഇനിയിപ്പോ അതിന്റെ പേരിൽ പുലിവാലൊന്നും ഉണ്ടാകണ്ട എന്ന് പറഞ്ഞ് പപ്പിയെ കൂട്ടി സത്യ അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ശ്യാമയെ ശാരദാമ്മ വിളിക്കുന്നു. നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്യാമ. ഞാൻ കുട്ടികളെ വിളിക്കാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ശ്യാമ പറയുന്നു. എന്നാലേ ഇനി പോണ്ട, അവരുടെ വീട്ടിലുണ്ടെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നു, വീട്ടിലോ? അവരെങ്ങനെയാ അവിടെ? കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം, നീ ഇങ്ങ് വന്നേന്ന് ശാരദാമ്മ. ഞാൻ എന്നാ അങ്ങോട്ട് വരാം അമ്മേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിരിക്കുകയാണ് ശ്യാമ. ശ്യാമയും അവിടെ എത്തി. സോറി, ആ സമയം ശാലിനി അവിടെ എത്തി ഒരു ഓട്ടോയിൽ. ഇരുന്ന മോളെ ഓട്ടോയിൽ എന്ന് ചോദിക്കുന്നു. വിഷ്ണുവേട്ടൻ പെട്ടുപോയ ആ സ്പിരിറ്റ് കേസ് വലിയ പ്രശ്നമായിരിക്കുകയാണ് അമ്മേ. എന്നോട് ലീവ് എടുത്ത് കുറച്ച് നാളെ മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണെന്ന് ശാലിനി പറയുന്നുണ്ട്. എല്ലാം കുഴപ്പങ്ങളാണല്ലോ മോളെ, ഇത് മോളുടെ ജോലി ബാധിക്കില്ലല്ലോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, ബാധിച്ചല്ലോ, അതുകൊണ്ടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് കയറി അവിടെ ആ സിറ്റൗട്ടിലിരിക്കുന്നു. ഇന്നലെ രാത്രി രോഹിത് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പപ്പിയും സത്യയും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ടെൻഷനോടെയോ എന്നിട്ടെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. ശ്യാമയെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, രോഹിത്തിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു, അവനെ നിയന്ത്രിക്കുന്നത് സുസ്മിതയാണ്. അവരുടെ കയ്യിലെ കീ കൊടുക്കുന്ന ഒരു പാവയാണ് രോഹിത്. അവള് പറയുന്നതനുസരിച്ചാണ് അവൻ ഈ ബഹളം മുഴുവനും ഉണ്ടാക്കുന്നത്. അവൾക്ക് സപ്പോർട്ടായിട്ട് ചന്ദ്രബോസും ഉപേന്ദ്രനും കൂടെ നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാനും അവൾക്ക് ഒരു മടിയുമില്ല എന്നൊക്കെ ശാലിനി പറയുന്നു. മറ്റൊരു ഓട്ടോയിൽ ശ്യാമയും അവിടെ എത്തി. എന്ത് പണി അമ്മ ഈ പപ്പി കാണിക്കുന്നത്? ഒരു വാക്ക് പോലും പറയാതെയല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്? അമ്മ ഇപ്പോൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവിടെ എല്ലാം തിരക്കി നടക്കില്ലായിരുന്നോ എന്നെ ശ്യാമ പറയുമ്പോൾ ശാലിനി പറയുന്നു, അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നാ ശ്യാമയെ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം അയാളുടെ മനസ്സ് നിറച്ച് പകയാണ് എന്ന് വെച്ച് ഞാൻ മാറി നിന്ന അയാളും ആ സുസ്മിതയും കൂടി ഇതിലും വലിയ ചതി അവിടെ ചെയ്യും. അതിന് കൂട്ടായിട്ട് ആ ഉപേന്ദ്രനും ചന്ദ്രബോസും ഉണ്ട് അവിടെ. കുഞ്ഞേച്ചിക്കെതിരെ വലിയൊരു ഗൂഢാലോചന ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു ജോലിയെ സംബന്ധിച്ചാണ്, ഒന്നുകിൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതവരെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് ശ്യാമ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ആ പ്ലാൻ വിജയിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ നിർബന്ധിത ലീവിലാണ്. ഭർത്താവിന്റെ സ്പിരിറ്റ് കടത്തലിൽ കളക്ടർക്ക് പങ്കുണ്ട് എന്നതായ ഒരു ആരോപണം വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ലീവ് നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. ഈ തിരിച്ചടികൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വിഷ്ണു പുറത്തിറങ്ങിയേ പറ്റൂ എന്ന് ശാരദാമ്മ പറയുന്നു. വിഷ്ണുവിന്റെ നിരപരാധിത്വം തെളിയിച്ച് ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്താൻ അവനെ കൊണ്ടേ സാധിക്കൂ. അതിന് അവൻ മറവിൽ നിന്ന് വെളിയിൽ വരണം. ശാലിനി പറയുന്നു, അത് തന്നെയാണമ്മേ ഞാനും ആലോചിക്കുന്നത്. കാരണം ശത്രുക്കൾ ഓരോ ദിവസം കൂടുന്തോറും ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഇനി അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും ആ രീതിയിൽ വരണം. ശാരദാമ്മ ശ്യാമയോട് ചോദിക്കുന്നു, നിന്റെ തീരുമാനം എന്താണ്? നീ പപ്പിയെ കൊണ്ടുപോകുന്നോ എന്ന്. പപ്പിയെ കൊണ്ടുപോകുന്നു, ഇല്ലെങ്കിൽ ഇന്ന് രോഹിത് അതിന്റെ പേരിലായിരിക്കും അടുത്ത വഴക്ക് എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയെ വിളിക്കുന്നുണ്ട്. പപ്പിമോളെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. ശാലിനി ശ്യാമയോട് പറയുന്നു, ശ്യാമയെ അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നല്ലേ പറയുന്നത്? പേടിച്ച് തന്നെ വളരട്ടെ, എന്നാലേ ജീവിതം എന്താണെന്ന് കുട്ടികളും പഠിക്കൂ എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും പപ്പിയെ വിളിക്കുന്നുണ്ട്. സത്യയും പപ്പിയും കൈപിടിച്ച് അവിടേക്ക് വന്നു. വാ പോവാമെന്ന് ശ്യാമ പറയുമ്പോൾ പപ്പി പറയുന്നു, ഞാൻ അവിടേക്ക് വരുന്നില്ലമ്മേ, ഞാൻ ഇവിടെ നിന്നോളാം, സത്യയോടൊപ്പം സ്കൂളിൽ പോയിക്കോളാം. ഇത് കേട്ട് ശ്യാമ പറയുന്നു, വേണ്ട, അവിടെ നിന്റെ അച്ഛൻ നിന്നെ നോക്കി ഇരിക്കുകയാണ്. എനിക്ക് വയ്യ ഇതിന്റെ പേരിൽ നീ ചീത്ത കേൾക്കാനായിട്ട്. നീ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പപ്പിയെ പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ് ശ്യാമ. ചേച്ചിയമ്മേ, പറ ചേച്ചിയമ്മേ, എന്നെ കൊണ്ടുപോകരുതെന്ന് എന്ന് പറഞ്ഞ് ശാലിനിയെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് പപ്പി. ഞാൻ ചേച്ചിയമ്മയോടൊപ്പം ഇവിടെ നിന്നോളാം, എന്നെ പറഞ്ഞയക്കല്ലേ ചേച്ചിയമ്മേ. ശ്യാമ ഇവളെ എന്ന് കണ്ണീരോടെ ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു, കുഞ്ഞേച്ചി എന്നെ തടയരുത്, ഞാൻ ഇവളെ കൊണ്ടുപോവുകയാണ്, ഇല്ലെങ്കിൽ ശരിയാവില്ല. പപ്പിയും കൊണ്ട് ചെന്നില്ലെങ്കിൽ രോഹിത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് എനിക്കറിയില്ല. പപ്പി വാ പോവാം എന്ന് പറഞ്ഞ് ശ്യാമ ശാലിനിയും കൂട്ടി
പപ്പിയും കൂട്ടി പോകുന്നു. ശാലിനി തടയുന്നുണ്ടെങ്കിലും ശ്യാമ അത് മൈൻഡ് പോലും ചെയ്യാതെ പപ്പിയും കൂട്ടി കൊണ്ടുപോവുകയാണ്. പപ്പിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇത് കണ്ട് കണ്ണീരോടെ നിൽക്കുകയാണ് ശാലിനിയും. ഇത് കണ്ട് ശാരദാമ്മ പറയുന്നു, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ കുഞ്ഞല്ലേ പപ്പിയും. ശാലിനി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. സങ്കടത്തോടെ സത്യ വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, പാവം പപ്പിയല്ലേ ശാരദാമ്മേ. ശാലിനി മനസ്സിൽ വിചാരിക്കുന്നു, വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ, ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വിഷ്ണുവേട്ടൻ കൂടെ വേണം. തുടർന്ന് രാഘവനെ കാണിക്കുന്നുണ്ട്. രാഘവൻ ഭക്ഷണം കഴിക്കുന്നു. തൊട്ടരികിലിരുന്ന് ഭാമ രാഘവന് വിളമ്പി കൊടുക്കുന്നു. ശാന്തയും അവിടേക്ക് വന്നു. അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നു. ആ സമയത്ത് നൂർ അവിടേക്ക് വരുന്നുണ്ട്. ഒരു ഇവന്റിന്റെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ? 100-300 പേരുണ്ട്. നല്ല രുചിയോടെ ഭക്ഷണം കൊടുത്താൽ അവരുടെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ഇനിയും വർക്ക് കിട്ടും. ഒരു ചെറിയ മിനി കാറ്ററിംഗ് യൂണിറ്റ് പോലെ നമുക്കത് കൊണ്ടുപോവുകയും ചെയ്യാം എന്നൊക്കെ നൂറ് പറയുമ്പോൾ രാഘവൻ പറയുന്നു, അതൊക്കെ വലിയ വലിയ പരിപാടിയല്ലേ മോളെ, അതൊക്കെ ഇവരെ കൊണ്ട് കൂടിയാൽ കൂടുവോ? ആ ശാരദയ്ക്കാണെങ്കിൽ അറിയാമായിരുന്നു എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു, അതെന്താ, ഞാൻ ഉണ്ടാക്കുന്നത് ഭക്ഷണമല്ലേ? അതല്ല, നൂറ് പറഞ്ഞത് കേട്ടില്ലേ, വായിക്ക് രുചിയായിട്ട് വേണം കൊടുക്കാനെന്ന്. ഇത് കേട്ട് ശാന്ത അവരോട് പറയുന്നു, സത്യാമ്മയെ കൊടുക്കാന്ന് പറയേ. ഞാനുണ്ടല്ലോ, ശാരദാമ്മ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിലും അതിനേക്കാൾ ടേസ്റ്റായിട്ട് നമുക്കിവിടെ ചെയ്യാന്നേ. എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ച് നിന്നാൽ മതി. അതിന് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാകുമെന്ന് നൂറ് പറയുന്നു. എന്നാ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞോ, ഭക്ഷണം നമുക്ക് രുചിയോട് തന്നെ കൊടുക്കാമെന്ന് ശാന്ത. എന്നാ പിന്നെ പറഞ്ഞോട്ടെ, ഈ മാസം ലാസ്റ്റ് ആയിരിക്കും എന്ന് നൂറ് പറയുന്നുണ്ട്. സത്യഭാമ ചോദിക്കുന്നു, എങ്ങനെയാണ് ശാന്തയെ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഇത് കേട്ട് രാഘവൻ പറയുന്നു, ഇങ്ങനെയെന്നല്ല, ഒന്നും ചെയ്തിട്ടില്ല, ശാന്ത തന്നെ എല്ലാം നോക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഒന്ന് കളിയാക്കി ചിരിച്ചകത്തേക്ക് പോവുകയാണ് രാഘവൻ. നമുക്കിത് നടത്താൻ സത്യാമ്മേ, ധൈര്യമായിട്ട് പറഞ്ഞോ മോളെ എന്ന് ശാന്ത പറയുന്നു. എങ്കിൽ ശരി സത്യാമ്മേ, പാർട്ടിയുടെ അഡ്വാൻസും കൊണ്ടുവരാൻ പറയാം. ഇത് കേട്ട് സത്യഭാമ പറയുന്നു, ചിലപ്പോൾ നല്ലതിനായിരിക്കുമെന്ന്. ശാന്ത പറയുന്നു, ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്റെയും ആവശ്യമല്ലേ സത്യാമ്മേ, നമുക്കിത് ചെയ്യാന്നേ. ഇത് മാത്രമല്ല, ചെറിയ ചെറിയ കല്യാണമൊക്കെ പിടിക്കാം, എല്ലാം ശാന്തയുടെ കയ്യിലാണേ എന്ന് ഭാമ പറയുന്നുണ്ട്. മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട്, ബാക്കി നാളെ ചെയ്യാം. ഇന്നൽപ്പം നേരത്തെ ചെന്നില്ലെങ്കിൽ ആ റേഷൻ കട അടയ്ക്കുമെന്ന് ശാന്ത. എന്നാ പൊയ്ക്കോ എന്ന് ഭാമ പറയുന്നുണ്ട്. അങ്ങനെ ശാന്ത അവിടെ നിന്ന് പോകുന്നു. അയ്യോ, ഒരു കാര്യം മറന്നല്ലോ എന്ന് പറഞ്ഞ് ഭാമ ശാന്തയുടെ പിന്നാലെ പോകുന്നു. ശാന്തയുടെ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പണം ശാന്തയ്ക്ക് കൊടുക്കുന്നു. നാളെ വൈകല്ലേ, നേരത്തെ എത്തണേ എന്നും ഭാമ പറയുന്നു. രാഘവൻ സത്യഭാമയോട് പറയുന്നുണ്ട്, എൻ്റെ ഭാമയെ എത്ര നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് വയറ് കത്തിക്കേറുകയാണ്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ താ. എൻ്റെ രാഘവേട്ട, ഇപ്പോൾ ഇരുന്ന് കഴിച്ചത് ആരാ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. രാഘവൻ പറയുന്നു, കഴിച്ചെന്നോ? ഞാനോ? എപ്പോഴും? എന്നാൽ അപ്പോഴും നടക്കുന്ന കാര്യം പോലും രാഘവൻ ഓർമ്മയില്ല. പെട്ടെന്ന് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.